മാത്രമാണ് അടൂർ പ്രകാശ് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് തൃശ്ശൂരിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. തൃശ്ശൂരിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് BJP. അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, അവിടെ BJPയുടെ ആഹ്ലാദ പ്രകടനമൊക്കെ തുടങ്ങിയോ? എന്താണ് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം? ലിബിഷെ, BJPയുടെ ആഹ്ലാദ പ്രകടനം ഏറെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. BJP ഓഫീസിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ നഗരത്തിലും ജില്ലയുടെ പല ഭാഗങ്ങളും, ഇരിങ്ങാലക്കുട, ചാവക്കാട് തുടങ്ങി പല ഭാഗങ്ങളിലും ആഹ്ലാദ പ്രകടനം, വലിയ ആഹ്ലാദത്തിലാണ് BJP പ്രവർത്തകർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ ലീഡ് 73,120 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഏകദേശം 11 റൗണ്ട് എണ്ണി കഴിഞ്ഞു. ഇനി 2 റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് വിജയിക്കുമെന്ന് ഏറെ നേരത്തെ തന്നെ ഉറപ്പിച്ചു. നമുക്കറിയാം, ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായ ലീഡ് സുരേഷ് ഗോപി നിലനിർത്തിയിരുന്നു. ആ ലീഡ് ഒരു വോട്ട് പോലും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, വലിയൊരു ശതമാനം വോട്ട് കൂടി തന്നെയാണ് ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും സുരേഷ് ഗോപി നേടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ 73,120 വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നു. 80 മുകളിലോ ലീഡ് നില ഉയരും എന്നാണ് BJP വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു കണക്കുകൂട്ടലുള്ള. എന്തായാലും ആഹ്ലാദ പ്രകടനങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ തന്നെ നടന്നു വരുന്നതിലും സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ വലിയൊരു ആഹ്ലാദ പ്രകടനം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി നാളെ തൃശ്ശൂരിലേക്ക് എത്തും. സുരേഷ് ഗോപി പങ്കെടുക്കുന്ന വലിയൊരു ആഹ്ലാദ പ്രകടനം തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലിബീഷ്, അനീഷ്, ഒരു കാര്യം കൂടി. കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥി K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന ആലത്തൂരിലെ LDF മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അവിടെ 18,000-ഓളം വോട്ടുകൾക്ക് K രാധാകൃഷ്ണൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യം തൃശ്ശൂരിലെ കോൺഗ്രസിലുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. എന്തെങ്കിലും ഒരു പ്രതികരണം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വന്നിട്ടുണ്ടോ? തീർച്ചയായും ഈ വിഷയം തൃശ്ശൂരിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിട്ടുള്ളത് കോൺഗ്രസിന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നമ്മളെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ K മുരളീധരന്റെ പ്രതികരണത്തിനായി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം അവസാന ഫലം വന്നതിന് ശേഷമേ പ്രതികരിക്കൂ എന്നൊരു നിലപാടിലാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്, അതും ഒരു ഘട്ടത്തിൽ വന്നതല്ല, തുടക്കം മുതൽ തന്നെ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. എന്തായാലും വലിയൊരു വിഭാഗം, അതായത് ഇന്ന മണ്ഡലം എന്നല്ല, എല്ലാ മണ്ഡലങ്ങളിലും വലിയൊരു അളവിൽ BJP ലീഡ് നില ഉണ്ടായിരുന്നു. ഓരോ റൗണ്ട് എണ്ണി പോരുമ്പോഴും BJP വലിയൊരു ലീഡാണ് നിലനിർത്തി പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടി കോൺഗ്രസിന് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായത് എന്നുള്ള ഒരു മറുപടി എന്തായിരിക്കും അദ്ദേഹം അതിനെക്കുറിച്ച് മറുപടി പറയുമെന്ന് നമ്മൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആകാംക്ഷയിലാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി എന്ന് വേണം നമുക്ക് തൃശ്ശൂരിൽ കോൺഗ്രസിന് ലഭിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ലിബീഷ്, ശരി. എന്തായാലും K മുരളീധരന്റെ ഒരു നിർണായകമായ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് വൻ വിജയം ഉണ്ടായിരിക്കുന്നു. അവിടെ LDFന്റെ ഭാഗത്തു നിന്നും ഈ തോൽവിയിൽ എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? UDFന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ